പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണ്ട എന്ന് സംഘടനാ കൂട്ടായ്മ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഒരു ക്യാമ്പയിനിലേക്കൊക്കെ കടക്കുകയാണ്. അത് ഒരു ഒരു ബുദ്ധിപരമായ നീക്കമായിട്ടോ അല്ലെങ്കിൽ തന്ത്രപരമായ നീക്കമായിട്ടോ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമുള്ള കളികളിലേക്കാണ് CJP പോകുന്നതെന്നാണ്. ചെറിയ കളികളായിരിക്കില്ല ഇനി. ഒരു വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ അവർ ഒരു സമരം നടത്തിയത്. സമരം വിജയിക്കുകയും ചെയ്തു. പക്ഷേ അവർ ഈ CJP തുടങ്ങുന്ന സമയത്ത്, CJP സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിലക്ക് നിർത്തും എന്നുള്ളതായിരുന്നു ഒന്ന് പ്രധാനപ്പെട്ടത്. ഇന്ന് അഭിജിത്ത് ദീപ്കെ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ അതുണ്ട്. അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, പണ്ടൊക്കെ വോട്ടർമാരാണ് സർക്കാരിനെ തിരഞ്ഞെടുത്തിരുന്നത്, പക്ഷേ ഇപ്പോൾ ആര് വോട്ട് ചെയ്യണമെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരുടെ യഥാർത്ഥ ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരും, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം രാജ്യവ്യാപകമായി രാജ്യത്തുടനീളം യാത്ര നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ യാത്രയിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരെ അനുകൂലിക്കുന്നവർ പലപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഈ നീറ്റ് വിഷയത്തിൽ അവരുമായി ഒത്തുചേരുന്നത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിഷയത്തിൽ അവർ കൂടെ ഉണ്ടാവില്ല. പക്ഷേ അതും വലിയൊരു സമൂഹം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇവരെ എല്ലാം പരമാവധി മൊബിലൈസ് ചെയ്യാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നമുക്കറിയാം. അദ്ദേഹം ആദ്യ ഭാരത് ജോഡോ നടത്തിയത് കന്യാകുമാരി മുതൽ ലാൽ ചൗക്ക് വരെ 4000-ലധികം കിലോമീറ്റർ അദ്ദേഹം പദയാത്രയായി നടന്നു. അദ്ദേഹം രാജ്യത്ത് അദ്ദേഹത്തിന് കിട്ടിയൊരു പിന്തുണ, അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമേജിനെ മൊത്തത്തിൽ മാറുകയാണ്. പപ്പു എന്ന് പറയുന്ന ഒരു ഇമേജ് മൊത്തത്തിൽ മാറുകയും കോൺഗ്രസിൻ്റെ അണികൾക്കൊക്കെ വലിയ ഉണർവുണ്ടാവുകയും അങ്ങനെ അതിന് ഗുണം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം അതുമാത്രം രണ്ടാമതൊരു യാത്ര കൂടി നടത്തി. ആദ്യ യാത്രയുടെ വിജയം കാരണം രണ്ടാമത് അദ്ദേഹം ആദ്യം തെക്ക് നിന്ന് വടക്കോട്ടാണെങ്കിൽ പിന്നീട് കിഴക്ക് പടിഞ്ഞാറ് യാത്ര അദ്ദേഹം നടത്തി. മണിപ്പൂരിൽ നിന്ന് മുംബൈ വഴി അദ്ദേഹം നടത്തി. അത് വാഹനത്തിലായിരുന്നു കൂടുതൽ സമയം. പക്ഷേ അതിലും അദ്ദേഹത്തിന് കിട്ടിയൊരു പിന്തുണയുണ്ട്. ഈ കണക്കുകൾ പ്രകാരം ഇദ്ദേഹം യാത്ര ചെയ്തിടങ്ങളിലൊക്കെ ഭൂരിഭാഗം ഇന്ത്യ മുന്നണി വിജയിച്ചു എന്നും പറയുന്നുണ്ട്. അത് കൃത്യമായ കണക്കുകൾ, പല കണക്കുകൾ 41 എന്ന് പറയുന്ന സംഖ്യയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും അങ്ങനെ ഒരു യാത്രയ്ക്ക് ഇനിയും ഒരു സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന പിന്തുണയാണ്. പക്ഷേ ഡൽഹിയിലെ ജന്തർ മന്ദറിലെ സമരം എന്ന് പറയുന്നത്, ആ സമരത്തിന് കിട്ടിയ പിന്തുണ നേരത്തെ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക വോട്ട് ബാങ്കോ പ്രത്യേക സമുദായമോ പ്രത്യേകമായ ഒരു വിഭാഗമോ നൽകുന്ന പിന്തുണയല്ല. മറിച്ച് അത് ഏത് വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പം സ്വാഭാവികമായും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഈ വിഷയം അവർ ഉയർത്തുകയും ആ വിഷയം വളരെ നല്ല രീതിയിൽ അതിനെ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് ഈ രാജ്യത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനർത്ഥം അഭിജിത്ത് ദീപ്കയുടെ CJP എന്ന് പറയുന്ന സംഘടന രാഷ്ട്രീയ പാർട്ടി ആകുന്നില്ല എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സംവിധാനത്തിലേക്ക് ആളുകൾക്ക് വിമുഖതയില്ലാതെ അതിലേക്ക് കയറാൻ ഒരു പ്രേരണ ഉണ്ടാകുമെന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ നമ്മൾ നേരത്തെയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന് പ്രസിഡന്റ് വേണം, സെക്രട്ടറി വേണം, ജോയിൻറ്റ് സെക്രട്ടറി വേണം, ട്രഷറർ വേണം, സംവിധാനങ്ങൾ വേണം, അങ്ങനെ കുറേ നൂലാമലകൾ. പിന്നെ അതിൻ്റെ പേരിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽവൽക്കരിക്കും, അതിൻ്റെ ഗ്രൂപ്പിസമായി അങ്ങനെ കുറേ അവസ്ഥയിലേക്ക് അത് പോകും. അത് മടുത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ, ഈ ജെൻസി പ്രത്യേകിച്ചും. അത്തരം സങ്കല്പങ്ങളോട്, അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളോട് ഒരു താല്പര്യവുമില്ലാതെ നിൽക്കുന്ന ജെൻസിയെ ആകർഷിക്കുകയാണല്ലോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയും ഇതേ നീറ്റ് പരീക്ഷയുടെ ഭാഗമായുള്ള ഒരുപാട് സമരപരിപാടികളുമായി രംഗത്ത് വന്നിരുന്നു, ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള. പക്ഷേ അതിനൊന്നും ജനങ്ങളെ മൊബിലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലല്ലോ. പകരം വളരെ പെട്ടെന്ന് കടന്നു വന്ന ഒരു സംഘടനയ്ക്ക് ആളുകളെ മൊബിലൈസ് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഇനിയും അത് അദ്ദേഹത്തിന് സാധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം വളരെ പക്ഷപാതപരമായി BJPക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കടുത്ത ആരോപണം ഈ രാജ്യത്ത് നിലനിൽക്കെ ആ വിഷയം, രാഹുൽ ഗാന്ധി തന്നെ ഉയർത്തിയ ആ വിഷയം അഭിജിത്ത് ദീപ്കെ എടുത്തുകൊണ്ടുവരികയാണെങ്കിൽ അത് രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ അഭിജിത്ത് ദീപ്കയുടെ അടുത്ത നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ഈ ഭാഗമാണ് എനിക്ക് പ്രസക്തമായി തോന്നിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ ജനാധിപത്യത്തെ നിലനിർത്താൻ ഏറ്റവും അധ്വാനിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും അതിൽ ജാഗ്രത പുലർത്തേണ്ട സ്ഥാപനം പക്ഷപാതപരമായി പോകുന്നു എന്നുള്ള ആ ആരോപണത്തെ കൂടുതൽ അടിവരയിടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്
വലിയ ഗുണം ചെയ്യും. അത് നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാന BJPക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.